Good morning students. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് നമ്മുടെ ലെസൺ 4 ആണ്. ചാപ്റ്റർ 1 ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ആ ചാപ്റ്ററിലെ 4ാമത്തെ പാഠം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടില്ലേ കൂലോംസ് ലോ, അതിൻ്റെ വെക്റ്റർ ഫോം. അത് കഴിഞ്ഞിട്ട് 2 ചാർജസ് അല്ല, അതിൽ കൂടുതൽ ചാർജസ് ഉണ്ട്. കുറേ ചാർജസ് ഉണ്ടെങ്കിൽ എല്ലാം കാരണം ഒരു ചാർജിലുണ്ടാവുന്ന ഫോഴ്സ് എത്രേ? ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പുതിയ കൺസെപ്റ്റ് കാണും, ഇലക്ട്രിക് ഫീൽഡ്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം വെക്റ്റർ ഫോം ഓഫ് കൂലോംസ് ലോ. അപ്പം ആദ്യം നമ്മൾക്ക് കൂലോംസ് ലോ എന്താണെന്ന് ഓർമ്മയില്ലേ? വാട്ട് ഈസ് കൂലോംസ് ലോ? Coulomb's law states that the force between two charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. So, നമുക്ക് 2 charge വേണം അല്ലേ? So, there are 2 charges Q1, Q2 separated by a distance R. ഇതാണ് സിറ്റുവേഷൻ. എന്നിട്ട് ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആണ് കൂലോംസ് ലോ പറയുന്നത്. ഇനി നമ്മൾക്ക് അറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നെല്ലാമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ കൂലോംസ് ലോൻ്റെ ഇക്വേഷൻ ഓർമ്മയില്ലേ? F is equal to 1/4πε0 Q1 Q2 by R². ആ 2 ചാർജസും വാക്വത്തിലാണെങ്കിൽ ഇനി നമ്മൾ അത് തന്നെ ഒരു ഡയറക്ഷൻ കൂടി കൊടുത്തിട്ടാണ് ആ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് Q1ഉം Q2ഉം വ്യത്യസ്ത ചാർജുകളാണ്, ഡിഫറെൻറ്റ് സൈനുള്ള ചാർജാണ്. മേ ബി Q1 പോസിറ്റീവും Q2 നെഗറ്റീവും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ അൺലൈക്ക് ചാർജസ് അട്രാക്ട്, നമുക്കറിയാലോ. സപ്പോസ് ദേ ആർ ഓപ്പോസിറ്റ്ലി ചാർജ്, അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ Q1ൻ്റെ മുകളിൽ Q2 പ്രയോഗിക്കുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഫലം അതിൻ്റെ അടുത്തേക്ക് വലിക്കുക ചെയ്യുക അല്ലേ? സോ ഐ ആം എക്സ്പ്രസിങ് ദ ഫോഴ്സ് ബൈ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. F12. F12 is a vector representing the force on Q1 due to Q2. അങ്ങോട്ട് വലിക്കുന്നു. അപ്പം ഈ ദിശയിലായിരിക്കും ഫോഴ്സ്. അതേപോലെ F21 എന്നുള്ള ഒരു വെക്റ്റർ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. F21 മനസ്സിലായില്ലേ? F12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓൺ Q2 ഡ്യൂ ടു Q1. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. അപ്പോൾ ഈ ദിശയിലാണ് ആ ഫോഴ്സുകൾ ഉണ്ടാവുക. ഇനി ഇവ തമ്മിലുള്ള ദൂരം R ആണെന്ന് പറഞ്ഞു. ഇനി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം Q1 ടു Q2 അതിനെ ഞാൻ R12 എന്ന് പറയാണ്. അപ്പോൾ Q1നെ Q2യിലേക്ക് വലിക്കുമ്പോൾ ഈ ദിശയിലല്ലേ പോവുക. അപ്പോൾ ആ ദിശനെ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു വെക്റ്റർ ഉപയോഗിച്ചിട്ടാണ്. R12. R12 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം Q1 ടു Q2. ഇനി ആ ദിശ കാണിക്കാൻ നമ്മൾ വെക്റ്ററിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? യൂണിറ്റ് വെക്റ്ററായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ? വാട്ട് ഈസ് മെൻറ്റ് ബൈ യൂണിറ്റ് വെക്റ്റർ? യൂണിറ്റ് വെക്റ്റർ ഇസ് എ വെക്റ്റർ ഹാവിങ് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1. സോ ഇറ്റ് ഈസ് ഷോൺ ടു it is used to show the direction. So Q1 മുതൽ Q2 വരെയുള്ള ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം Q1 ടു Q2 കാണിക്കാൻ ഐ ആം റെപ്രസെൻറ്റിംഗ് യൂണിറ്റ് വെക്റ്റർ R12. യൂണിറ്റ് വെക്റ്റർ R12 ഹാവ് മാഗ്നിറ്റ്യൂഡ് 1. യൂണിറ്റ് വെക്റ്റർ അല്ലേ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആൻഡ് ഡയറക്ഷൻ ഫ്രം Q1 ടു Q2. അതേപോലെ Q2ൽ നിന്ന് Q1 വരെയുള്ള displacement from Q2 to Q1 is represented by a unit vector R21. R21 is a unit vector which means it has magnitude 1 and it shows the direction from Q2 to Q1. അപ്പോൾ അങ്ങനെ 2 യൂണിറ്റ് വെക്റ്ററും റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ വെക്റ്റർ ആണെന്ന് കാണിക്കാനാണ് ഈ ആരോ മാർക്ക്. ദ ആരോ മാർക്ക് ഷോസ് ദാറ്റ് ഫോഴ്സ് ഇസ് എ വെക്റ്റർ.
R, displacement is also a vector, but in order to show that it is a unit vector, I have put a cap over it. ഇനി നമുക്ക് Coulomb's law represent ചെയ്യാം vector formula. ആദ്യം ഞാൻ represent ചെയ്യുന്നത് force on Q1 due to Q2, that is F12. F12 vector is equal to, നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഒരു വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ അതിൻ്റെ വാല്യൂ എഴുതും, അത് കഴിഞ്ഞിട്ട് ഒരു യൂണിറ്റ് വെക്ടർ അതിൻ്റെ ഡയറക്ഷൻ കാണിക്കാൻ ഇടും അല്ലേ? അപ്പോൾ F12 അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കൂലോംസ് ലോ തരുന്നത്. അതെന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ? എത്രയാണ്? 1/4πε0. Epsilon naught is the permittivity of free space. എത്രയായിരുന്നു 1/4πε0 ന്റെ വാല്യൂ? ഓർമ്മയുണ്ടോ? 9 × 10⁹. അപ്പോൾ 1/4πε0 Q1 Q2 divided by R12 square. R12 is the distance from Q1 to Q2. ഇനി ഡയറക്ഷൻ എങ്ങനെ? ഇങ്ങോട്ടല്ലേ? അപ്പോൾ R12 cap in order to show the direction. ഇനി F21 നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് സ്വയം ഒന്ന് എഴുതി നോക്ക്, എന്നിട്ട് വാ. അപ്പോൾ നോക്കുക എങ്ങനെയാണ്? 1/4πε0 Q2 Q1 ആണ് product of the charges. So Q1 into Q2 divided by R21 square. ഇനി അവിടുന്ന് ഇങ്ങോട്ടല്ലേ? അപ്പോൾ ആ ഡയറക്ഷൻ കാണിക്കാൻ R21 cap. ശ്രദ്ധിക്കുക, R12 is the distance from Q1 to Q2. R21 is the distance from Q2 to Q1. Both are same. So R12 will be equal to R21, but their direction will be equal and opposite. R12 cap is in this direction. R21 cap is in the opposite direction. അപ്പോൾ എനിക്ക് എഴുതാലോ? R12 cap is equal to but opposite in direction to R21 cap. So R12 cap and R21 cap both have magnitude 1 unity, but their direction are opposite. So R12 cap is equal to minus of R21. Ini I'm going to compare this with this. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെ R12ന് പകരം ഐ എം ഗോയിങ് ടു റൈറ്റ് R21 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ F12 is equal to 1/4πε0 Q1 Q2 by R12 square. Now R12 cap, instead of that I can write into minus R21, right? So into minus R21 cap. So this is equal to R12 and R21 are same. So these are same. R21 cap ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? F21 തന്നെയാണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 1/4πε0 Q1 Q2 by R12 square, which is equal to R21 square into R21. ഒരു മൈനസ് സൈൻ മാത്രം വരും. So I can write F12 is equal to minus F21. F12 is equal to minus F21. അപ്പോൾ ഇവിടെ നോക്കുക, F12 എന്താണ്? ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q2. F21 ഫോഴ്സ് ഓൺ ചാർജ് Q2 ഡ്യൂ ടു Q1. They are equal but opposite. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിച്ചതല്ലേ? 9th പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ അതിന് ശേഷം 11th വീണ്ടും പഠിക്കുന്നുണ്ട് അല്ലേ? വാട്ട് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ? For every action there is an equal and opposite reaction. അപ്പോൾ കൂലോംസ് ലോ വെച്ചിട്ട് Q1 Q2നെ അട്രാക്ട് ചെയ്യുന്നു, അതേപോലെ Q2 Q1നെയും തിരിച്ച് അട്രാക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണ്ടു അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. സോ
For every action, there is an equal and opposite reaction. This shows that the electrostatic Coulomb's force obey Newton's third law. So this implies nalla symbol aanadu. So this implies that electrostatic force obeys Newton's third law. Obeys Newton's third law. Appo the vector form of Coulomb's law manasilayille. The vector form il nammal F12 enna force on Q1 due to Q2. F21 is force on Q2 due to Q1. And we found that they are equal and opposite, which shows that the electrostatic force obeys Newton's third law. Oru pakshe show that the Coulomb's force or charge between two forces, force between two charges obeys Newton's third law എന്ന് പറഞ്ഞാൽ ഇത്രയും എഴുതിയാൽ മതിയാകും. അതേപോലെ തന്നെ വെക്റ്റർ ഫോമിൽ കൂലോംസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ഇനി നമ്മൾ ഇത് രണ്ട് ചാർജ് കാരണമുള്ള കണ്ടേ. ഇനി കുറേ ചാർജസ് ഉണ്ടെങ്കിൽ അതെല്ലാം കാരണം എത്രയായിരിക്കും ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ വൺ സിംഗിൾ ചാർജ് എന്ന് നോക്കാം. സോ ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് or force due to multiple charges on a single charge. So force between multiple charges or force due to multiple charges. Force due to multiple charges. So suppose there is one charge Q1 wherein കുറേ ചാർജസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ തൽക്കാലം തുടക്കത്തിൽ ഒരു 3 ചാർജസ് ഞാൻ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് n നമ്പർ ഓഫ് ചാർജസ്, n എന്ന് പറയുന്നത് 4, 5, 10, 1000 എത്ര വേണമെങ്കിലും ആവാം. So let me consider a charge Q1 and another charge Q2 is there, another charge Q3 is there. The distance between Q1 and Q2 is represented by R12 and the distance between Q1 and Q3 is represented by R13. Okay? Ini suppose all of them are of the whatever be they Q1 and Q2, maybe they are opposite charge to Q1, whatever the case may be. അപ്പോൾ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യാണ് ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q2. നമ്മൾ എങ്ങനെ പറയാ? F12 represents the force on Q1 due to Q2. അതേപോലെ ഫോഴ്സ് ഓൺ Q1 ഡ്യൂ ടു Q3 എങ്ങനെയായിരിക്കും? F13. അത് ഈ ഡയറക്ഷനിലാണ് അല്ലേ? F12 is in the direction of unit vector R12. Unit vector R12 is the displacement which has unit magnitude from Q1 to Q2. R12 എന്ന് പറയുന്നത് Q1-ൽ നിന്ന് Q2-ലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതേപോലെ R13 എന്ന് പറയുന്നത് Q1-ൽ നിന്നും Q3-ലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ R13 cap means a unit vector in the direction from Q1 to Q2. ഇനി നമുക്ക് ഈ വെക്റ്റർ ഫോമിൽ Q1 ഉം Q3 ഉം റെപ്രസെന്റ് ചെയ്യാലോ. സോ the total force on Q1-നെ ഞാൻ പറയുന്നത് F1. The total force on Q1 is F1. Will be F12 plus F13. So this is equal to F12 plus F13. So the total force due to a number of charges on one single charge is the vector sum of all the forces taken one at a time.
അപ്പോൾ രണ്ട് ഫോഴ്സസ് ആണ് ഇവിടെ ഉള്ളത് Q1ൻ്റെ മുകളിൽ. ഒന്ന് Q2 വലിക്കുന്നതും രണ്ടാമത്തത് Q3 വലിക്കുന്നതും. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ഓൺ Q1 എങ്ങനെ കാണാം? ഫോഴ്സ് ഡ്യൂ ടു Q2 പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു Q3. So the total force on one charge due to a number of charges is the vector sum of the force due to each charge. ഇതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് superposition principle. So force due to multiple charges can be obtained by superposition principle. Superposition principle. What is superposition principle? The force on one charge Q1 due to a number of charges is a vector sum of the force due to each charge. So we have to add them as vectors. എങ്ങനെ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുക? രണ്ട് നമ്പേഴ്സ് തമ്മിൽ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. വെക്ടറിനെ ആഡ് ചെയ്യാൻ രണ്ട് ലോസ് ഉണ്ട് അല്ലേ? വെക്ടർ ലോ ഓഫ് അഡീഷൻ, ഒന്ന് ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ ഒന്ന് പാരലോഗ്രാം ലോ. നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അപ്പം ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ ടെയിലാണ് കൂട്ടിമുട്ടുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അവ തമ്മിൽ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ ഡ്രോൺ ഫ്രം ബോത്ത് ദ ടെയിൽസ് വിൽ ഗിവ് യു ദ ടോട്ടൽ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് ഓൺ Q1 F1 ആയിരിക്കും. സാധാരണ ജസ്റ്റ് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ പോരാ, രണ്ട് വെക്ടേഴ്സിന് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെക്ടർ ഫോം എഴുതിയില്ലേ 1/4πε0 Q1 Q2 എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ നമുക്കിതൊന്ന് എഴുതി നോക്കാം. സോ ദിസ് ഇസ് ഈക്വൽ ടു F12 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 Q1 Q2 by R12 square R12 cap പ്ലസ് F13 എന്തായിരിക്കും? 1/4πε0 Q1 Q3 divided by R13 square R13 cap. ഇനി ഇതുപോലെ n ചാർജസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് ഇപ്പോൾ Q4 ഉണ്ടെങ്കിൽ 1/4πε0 Q1 Q4 by R14 square R14 cap. And fifth charge ഉണ്ടെന്ന് വിചാരിച്ചോ Q5. Then 1/4πε0 Q1 Q5 divided by R15 square R15 cap. അങ്ങനെ എഴുതി പോകണം. Suppose there are n such charges. അങ്ങനെ എഴുതി ലാസ്റ്റ് വൺ എന്തായിരിക്കും? 1/4πε0 Q1 Qn divided by R1n square into R1n cap. അങ്ങനെ എഴുതി പോകും. ഇനി ഇവിടെ നോക്കുക, 1/4πε0 കോമൺ ആണ്, Q1 കോമൺ ആണ്. അപ്പം അതിന് എനിക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/4πε0 Q1 പുറത്തേക്ക് എടുത്ത് ഇനി ബാക്കി ഉള്ളിലുള്ളത് എന്താണ്? Q2 divided by R12 square R12 cap plus Q3 divided by R13 square R13 cap plus etc. add if there are many charges. Suppose there are n charges. If there are n charges, the total force on Q1 F1 will be equal to 1/4πε0 Q1 നമ്മൾ പുറത്തേക്ക് എടുക്കൂ അല്ലേ? അപ്പോൾ Q1 into Q2 divided by R12 square R12 cap plus Q3 by R13 square R13 cap etc. Qn divided by R1n square R1n cap. ഇനി ഇതിനെ എഴുതാൻ ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. ഇതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മാത്സിലൊക്കെ, അതല്ലെങ്കിൽ ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ Q1/4πε0 എല്ലാത്തിനും കോമൺ ആണ്. അതിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു, Q1 divided by 4πε0. ഇനി ഇവിടെ ഉള്ളത് നോക്കുക, ഇവിടെ ഒരു ഇൻഡെക്സ് മാത്രം മാറുന്നു അല്ലേ? അതിന് 2 വരും, പിന്നെ 3 വരും, അപ് ടു n വരും. അതേപോലെ താഴെയും ആ ഒരു ഇൻഡെക്സ് മാത്രം മാറുന്നു. ഇവിടെ R ക്യാപ്പിലും ഒരു ഇൻഡെക്സ് മാത്രം മാറുന്നു. അപ്പം ആ മാറുന്ന ഇൻഡെക്സ് വെച്ചിട്ട് നമ്മൾ സം ആണ് ചെയ്യുന്നത്, ആഡ് ചെയ്യാണ്.
അപ്പോൾ നമ്മൾ അതിനെ ഒന്നിച്ചെഴുതുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, സമ്മേഷൻ. ഇതിനെ എന്താ വായിക്കുക? ക്യാപിറ്റൽ ലെറ്റർ സിഗ്മയാണിത്. ഇതിന് നമ്മൾ വായിക്കുക സമ്മേഷൻ. സമ്മേഷൻ ഓവർ ഒരു ഇൻഡെക്സ് മാത്രം മാറുന്നില്ലേ, അതിന് ഞാൻ ഐ എന്ന് കൊടുക്കും. ഐ ഈക്വൽ ടു, ഐ ആദ്യം എടുക്കുന്നത് എന്താണ്? 2 ആണ്, 1 അല്ല അല്ലേ? 2 മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ ഐ ഈക്വൽ ടു 2 അപ് ടു n. n എത്ര വേണേ ആവാം. അപ്പൊ ഐക്ക് വാല്യൂ 2 തുടങ്ങി n വരെ പോകുന്നുണ്ട്. ഇനി എന്താണത്? ക്യൂ ഐ. കണ്ടോ, ആദ്യം 2 വാല്യൂ വരുമ്പോൾ 2 വരും, പിന്നെ ഐ ഈക്വൽ ടു 3 വരുമ്പോൾ 3 വരും, ഐ ഈക്വൽ ടു 4 വരുമ്പോൾ 4 വരും, അങ്ങനെ n വരെ പോകണം. ഡിവൈഡഡ് ബൈ, ഇവിടെ മാറുന്നത് 2 3 എക്സെട്ര. അപ്പോൾ R1I. ഇനി എന്ത് വേണം? R1I ക്യാപ് സ്ക്വയർ വേണേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ. സോ the total force acting upon Q1 due to a number of charges is given by Q1 divided by 4 pi epsilon naught summation over I equal to 2 to n Qi divided by R1I square R1I cap. ഇവിടെ കണ്ടോ, ആദ്യം ഐക്ക് 2 എന്ന് വരും. അപ്പോൾ Q2 divided by R12 square R12 cap. പിന്നെ ആറിന് 2 എന്ന് വരും. അപ്പോൾ Q3 3 എന്ന് വരും. അപ്പോൾ Q3 ഡിവൈഡഡ് ബൈ R13 സ്ക്വയർ R13 ക്യാപ്. അങ്ങനെ അങ്ങനെ എത്ര വരെ എത്തും? അപ് ടു n. അപ്പോൾ അവസാനം n വരുമ്പോൾ എന്താവും? Qn ഡിവൈഡഡ് ബൈ R1n സ്ക്വയർ R1n ക്യാപ്. അങ്ങനെയാണ് വാല്യൂ മാറായി പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലായോ? ഫോഴ്സ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് can be obtained using the superposition principle. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഒരു കൺസെപ്റ്റ് കൂടി പഠിക്കണമെന്ന് പറഞ്ഞു. അതെന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ വർഷം ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പഠിച്ചില്ലേ? അതിനെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കൂ. വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്? എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിക്ക് ചുറ്റുമുള്ള ഗുരുത്വാകർഷണ ബലം. ഭൂമിയുടെ മുകളിലായി എവിടെയും ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് അട്രാക്ട്സ് ഇറ്റ് ടുവേർഡ്സ് എർത്ത്. ദിസ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കാം. We said that if there is a positive charge and if we bring a negative charge near it, what happens? It will attract. How will the negative charge know that there is a positive charge here? എങ്ങനെയാണ് നെഗറ്റീവ് ചാർജിന് മനസ്സിലാവുന്ന? ഓ, അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് പോകണം. അതല്ല, നമ്മൾ പകരം വേറൊരു പോസിറ്റീവ് ചാർജിനെ തന്നെ കൊണ്ടുവരുവാണെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് അതിന് ഇത് തൊടാതെ തന്നെ അറിയുന്നത് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടുന്ന് മാറിപ്പോണം? എങ്ങനെയാണ് അറിവ് കിട്ടുന്നത്? കാരണം എല്ലാ ചാർജിൻ്റെ ചുറ്റിലും ഒരു റീജിയൻ ഉണ്ട് വേർ ഇറ്റ്സ് ഇഫക്റ്റ് ഇസ് there. For example, around any charge, electric charge, there is a region of space where its effect is felt. This is called electric field. So, what is electric field? The region around a charge where its effect is felt is called the electric field. So what is electric field? Electric field is a vector. It is represented by capital E with an arrow which shows that it is a vector. So what is electric field? Just അങ്ങനെ ചോദിച്ചാൽ എന്താ പറയാ? The region around a charge, where its effect is felt. Ini, how much is the electric field? How much is electric field? How we define the quantity electric field? Electric field at any point is the force experienced
per unit positive charge placed at that point. For example, suppose you have a charge capital Q. ഈ capital Qനെ നമുക്ക് source charge എന്ന് പറയാം. Source of the electric field. So source charge Q ഉണ്ട്. ഇനി നമ്മളൊരു ടെസ്റ്റ് ചാർജ് Qനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് P at a distance r from the source charge. അപ്പോൾ നമ്മൾ പറഞ്ഞു ചാർജ് അവിടെ വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവിടെ ഒരു ഇഫക്റ്റ് ഉണ്ടാവും അല്ലേ. ഹൗ മച്ച് ഇസ് ദാറ്റ് ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കെപ്റ്റ് അറ്റ് ദ പോയിന്റ് P. അപ്പോൾ നമ്മളിവിടെ ഒരു ടെസ്റ്റ് ചാർജ് Q കൊണ്ടുവന്ന് വെച്ചാൽ ഇതിനെ ടെസ്റ്റ് ചാർജ് എന്ന് പറയും. ദെൻ ദ electric field at P is the force experience per unit charge F by Q. But what is electric field? Define electric field, the physical quantity in one. What is electric field? The force experienced per unit positive charge. So what is the electric field at any point? In the Joicha, it is the force experience per unit positive charge. Is the electric field at a point. So this is force experience per unit positive charge. Appa namakku electric field E is equal to force by Q ennu ezhudam. Force experience by charge Q. Appa ee oru equation ningal endayalum padichirikkanam. E is equal to F by Q. ഇനി നമ്മൾ കൂളോംസ് ലോയിൽ എഫ് എന്താന്ന് പഠിച്ചാലേ, ഇവിടെ ഒരു സോഴ്സ് ചാർജ് Q ഉണ്ട്, ഒരു ടെസ്റ്റ് ചാർജ് Q ഉണ്ട്. അപ്പോൾ കൂളോംസ് ലോ വെച്ചിട്ട് ഫോഴ്സ് എത്ര ആയിരിക്കും? F is equal to 1/4πε0 Q into Q. അതല്ലേ രണ്ട് ചാർജ്, ഒരു ചാർജ് Q ആണ്, മറ്റേ ചാർജ് Q ആണ്. Q1 is equal to capital Q, Q2 is equal to small letter q. Divided by distance between them is r square. ഇതല്ലേ magnitude of force. അപ്പോൾ magnitude of electric field എത്ര ആയിരിക്കും? Force by Q. That is equal to 1/4πε0 Q by r square. അതാണ് force divided by Q. അപ്പോൾ ഇവിടെ ഒരു divide Q കൂടി വരും. അപ്പോൾ Q cancel ആവും. So what is electric field? E is equal to 1/4πε0 Q by r square. അപ്പോൾ ഒരു ചാർജ് Q, സോഴ്സ് ചാർജ് Q കാരണമുള്ള P എന്നൊരു പോയിന്റ് അറ്റ് എ ഡിസ്റ്റൻസ് R എടുത്താൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് E is equal to 1/4πε0 Q by r square. അപ്പോൾ ഈ ഇക്വേഷൻ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്, ഫോഴ്സ് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ you can use this equation. E is equal to F by Q. Then what is electric field? You know the charge that causes the electric field. അല്ലെങ്കിൽ source charge അറിയാമെങ്കിൽ E is equal to 1/4πε0 Q by r square. ഇവിടെ epsilon0 എന്താണ്? Permittivity of free space. ഓർമ്മയില്ലേ? 1/4πε0 ന്റെ വാല്യൂ എന്താണ്? 9 into 10 raised to 9. അതേപോലെ epsilon0 എന്താണ്? Permittivity of free space. This is equal to 8.85 into 10 raised to -12. ഇനി ഇത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്യൂത്തിലല്ല, ഈ സോഴ്സ് ചാർജ് ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ്, വെള്ളത്തിലോ ഓയിലോ ഗ്ലാസ്സിലോ എവിടെയെങ്കിലും ആണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് യു വിൽ ഹാവ് ടു യൂസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മീഡിയം, അല്ലെങ്കിൽ relative permittivity into permittivity of free space അങ്ങനെ യൂസ് ചെയ്യണം കേട്ടോ. അത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കൂളോംസിൽ പറഞ്ഞപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക, നോട്ട് ചെയ്യുക. ഇത് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്, ഡസ് ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടെസ്റ്റ് ചാർജ്? നോ. അത് ഇക്വേഷനിൽ വരുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക, ഒരു പോയിന്റിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നത് അതിൻ്റെ സോഴ്സ് ചാർജിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല അത് എത്ര ദൂരെയാണ് സോഴ്സ് ചാർജിൽ നിന്നും അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ദൂരെ ദൂരെ പോകുന്തോറും എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞ് 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 വരും. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ്? ഇറ്റ്സ് ദ റീജിയൻ അറൗണ്ട് എ ചാർജ് വേർ ഇറ്റ്സ് ഇഫക്റ്റ് ഇസ് ഫെൽറ്റ്. വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ്? The force experienced per unit positive charge at that point. ഇനി what is E? F by Q അല്ലെങ്കിൽ E is equal to 1 by 4 pi epsilon naught Q by R square. where Q is the source charge. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. എന്തെല്ലാം? വെക്റ്റർ ഫോം ഓഫ് Coulomb's law, പിന്നെ force due to multiple charges using superposition principle, then what is electric? Thank you for watching. Study well. നോട്ട്ബുക്കും പെന്നും എടുത്തതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. All the best.